ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQവിലേക്ക് സ്വാഗതം. വിമൻ എക്സൈസ് ഇൻസ്പെക്ടർ എക്സാമിന് പോകുന്നതിന് മുന്നേ നമുക്കൊരു PYQ നോക്കിയാലോ. ഇത് 2025 സെപ്റ്റംബർ മാസം നടന്ന എക്സൈസ് ട്രെയിനി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 103/2025. ആദ്യത്തെ 80 ക്വസ്റ്റ്യൻസ് ജനറൽ PSCക്കും ആവശ്യമായിട്ടുള്ളതാണ്. ബാക്കി 20 എണ്ണമാണ് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് കോൾഡ് വാർ ആൻഡ് അറേഞ്ച് ഇറ്റ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. ശീതയുദ്ധത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് കാലഗണനാക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് ഇതാണ്, ദ ട്രൂമാൻ ഡോക്ട്രിൻ, ട്രൂമാൻ സിദ്ധാന്തമാണ് ആദ്യം വരുന്നത്. രണ്ടാമതായിട്ട് മാർഷൽ പ്ലാൻ, പിന്നെ കൊമിൻഫോം ആൻഡ് ബെർലിൻ ബ്ലോക്കേഡ് ആൻഡ് എയർലിഫ്റ്റ്. ഓക്കെ, ദ ട്രൂമാൻ ഡോക്ട്രിൻ, ട്രൂമാൻ സിദ്ധാന്തം ആദ്യം വരും. രണ്ടാമതായിട്ട് വരുന്ന മാർഷൽ പ്ലാൻ, പിന്നീട് കോമിൻഫോം, പിന്നീട് ബെർലിൻ ഉപരോധവും വ്യോമാക്രമണവുമാണ് വരുന്നത്. എന്താണ് ട്രൂമാൻ സിദ്ധാന്തം? എന്താണ് ട്രൂമാൻ സിദ്ധാന്തം? കമ്മ്യൂണിസം വ്യാപിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ നയമാണ് ട്രൂമാൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. 1947 വന്നതാണ്. കമ്മ്യൂണിസം വ്യാപിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ നയമാണ് ട്രൂമാൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്താണ് ലക്ഷ്യം? ഒരു കണ്ടെയ്ൻമെൻറ്റ് പോളിസിയാണ്. ഒരു കണ്ടെയ്ൻമെൻറ്റ് പോളിസിയാണ് ലക്ഷ്യം. ഓക്കെ, അടുത്തത് എന്താണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്? അമേരിക്കയുടെ സാമ്പത്തിക സഹായ പദ്ധതിയാണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷം തകർന്നു പോയ പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായമാണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ കോമിൻഫോം. എന്താണ് കോമിൻഫോം? കോമിൻഫോം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ രാഷ്ട്രീയ സംഘടനയാണ്. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ രാഷ്ട്രീയ സംഘടനയാണ് കോമിൻഫോം എന്ന് പറയുന്നത്. ഓക്കെ, ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഏകോപിപ്പിക്കുക, മാർഷൽ പ്ലാനിനെ എതിർക്കുക, സോവിയറ്റിൻ്റെ സ്വാധീനം ശക്തമാക്കുക, ഇതൊക്കെയാണ് കോമിൻഫോമിൻ്റെ ലക്ഷ്യം. ഓക്കെ, ഇനി ബെർലിൻ ബ്ലോക്കേഡ് എന്താണ്? ബെർലിൻ ബ്ലോക്കേഡ് പാശ്ചാത്യ ബെർലിനിലേക്കുള്ള ഗതാഗതം അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ബെർലിൻ ബ്ലോക്കേഡ് എന്ന് പറയുന്നത്. പാശ്ചാത്യ ബെർലിനിലേക്കുള്ള ഗതാഗത മാർഗം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ആരാണ് തടഞ്ഞത്? സോവിയറ്റ് യൂണിയനാണ് തടഞ്ഞത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടാണ് ബെർലിൻ ബ്ലോക്കേഡ് എന്ന് പറയുന്നത്. ബെർലിൻ എയർലിഫ്റ്റ് എന്ന് പറയുമ്പം അമേരിക്കയുടെ വിമാന സഹായമാണ്. ഈ ബ്ലോക്ക് ചെയ്ത ഭാഗത്തേക്കുള്ള അമേരിക്കയുടെ വിമാന സഹായം, ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന സഹായത്തിനെയാണ് എയർലിഫ്റ്റ്, ബെർലിൻ എയർലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബെർലിൻ ബ്ലോക്കേഡ് ആൻഡ് എയർലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മുഗൾ പെയിൻറ്റിംഗ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആർ കറക്റ്റ്? മുഗൾ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്ബറിൻ്റെ കീഴിൽ പോർച്ചുഗീസ് പുരോഹിതന്മാരാണ് യൂറോപ്യൻ പെയിൻറ്റിംഗ് കൊട്ടാരത്തിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അക്ബറിൻ്റെ കീഴിൽ പോർച്ചുഗീസ് പുരോഹിതന്മാരാണ് യൂറോപ്യൻ പെയിൻറ്റിംഗ് കൊട്ടാരത്തിൽ അവതരിപ്പിച്ചത്. അത് കറക്റ്റാണ്. ചിത്രീകരണത്തിനായി അക്ബർനാമ എന്ന പുസ്തകം ഉപയോഗിച്ചു. അതും കറക്റ്റാണ്. ഇനി പോർട്രേറ്റ് പെയിൻറ്റിംഗ് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പോർട്രേറ്റ് പെയിൻറ്റിംഗ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഓക്കെ, ഔറംഗസേബിൻ്റെ കീഴിൽ മുഗൾ ചിത്രകലയ്ക്ക് വലിയ പ്രോത്സാഹനം ലഭിച്ചു. അത് തെറ്റാണ്. ഔറംഗസേബ് കലയുമായിട്ട് വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. ഓക്കെ, അപ്പം ഔറംഗസേബിൻ്റെ കീഴിൽ മുഗൾ ചിത്രകലയ്ക്ക് പ്രോത്സാഹനമൊന്നും ലഭിച്ചിട്ടില്ല. അക്ബറിൻ്റെയും ജഹാംഗീറിൻ്റെയും ഷാജഹാൻ്റെയൊക്കെ സമയത്താണ് ചിത്രകലയ്ക്ക് കൂടുതലായിട്ട് പ്രോത്സാഹനം ലഭിച്ചത്. ഓക്കെ, അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? അക്ബറിൻ്റെ കീഴിൽ പോർച്ചുഗീസ് പുരോഹിതന്മാരാണ് യൂറോപ്യൻ പെയിൻറ്റിംഗ് കൊട്ടാരത്തിൽ അവതരിപ്പിച്ചത്. ചിത്രീകരണത്തിനായി അക്ബർനാമ എന്ന പുസ്തകം ഉപയോഗിച്ചു. പോർട്രേറ്റ് പെയിൻറ്റിങ്ങിന് പ്രോത്സാഹനം കൊടുത്തു. ഓക്കെ, അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആണ്. CV രാമൻ പിള്ള. കറക്റ്റായിട്ടുള്ളതങ്ങ് പറഞ്ഞു പോകാം. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. CV രാമൻ പിള്ള ഏതാണ്? പ്രേമാമൃതമാണ്. പ്രേമാമൃതം. KM പണിക്കർ ഏതാണ്? പറങ്കിപ്പടയാളി. AR രാജരാജവർമ്മ മലയവിലാസം. കേശവദേവ് ഓടയിൽ നിന്ന്. ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, CV രാമൻ പിള്ള പ്രേമാമൃതം, KM പണിക്കർ പറങ്കിപ്പടയാളി, AR രാജരാജവർമ്മ മലയവിലാസം, കേശവദേവ് ഓടയിൽ നിന്ന്. ഓക്കെ, അടുത്തത് UN ഏജൻസീസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏത് വരും? C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നോക്കാം. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസാണ്. യൂണിസെഫിൻ്റെ ആസ്ഥാനം ഏതാണ്? യൂണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് സിറ്റിയാണ്. ന്യൂയോർക്ക് സിറ്റി. FAOയുടെ ആസ്ഥാനം എവിടെയാണ്? റോമാണ്. FAOയുടെ ആസ്ഥാനം റോമാണ്. IMFൻ്റെ ആസ്ഥാനമാണെങ്കിൽ വാഷിങ്ടൺ DC ആണ്. അപ്പം യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്, യൂണിസെഫിൻ്റെ ആണെങ്കിൽ ന്യൂയോർക്ക് സിറ്റി, FAOയുടെ ആണെങ്കിൽ റോം, IMFൻ്റെ ആണെങ്കിൽ വാഷിങ്ടൺ DC. ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫാമിൻസ് ഇൻ
ബ്രിട്ടീഷ് ഇന്ത്യ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ക്ഷാമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരി. ഏത്? ലോർഡ് ലിറ്റൺ അപ്പോയിൻറ്റഡ് സർ റിച്ചാർഡ് സ്ട്രാറ്റി കമ്മീഷൻ. ലോർഡ് ലിട്ടൺ ആണ് റിച്ചാർഡ് സ്ട്രാറ്റി കമ്മീഷനെ നിയമിച്ചത്. അതുപോലെ 1866 ഒറീസ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് സർ ജോർജ് ക്യാമ്പലിനെ നിയമിച്ചു. ഓക്കെ, ലോർഡ് ലിറ്റൺ സർ റിച്ചാർഡ് സ്ട്രാറ്റി കമ്മീഷനെ നിയമിച്ചു. 1866 ഒറീസ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ സർ ജോർജ് ക്യാമ്പലിനെ നിയമിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അവയെ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുക. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓഗസ്റ്റ് ഓഫർ ആദ്യം വരും, ഓഗസ്റ്റ് ഓഫർ വരും, പിന്നീട് ക്രിപ്സ് മിഷൻ, പിന്നീട് വേവൽ പ്ലാൻ, അത് കഴിഞ്ഞ് ക്യാബിനറ്റ് മിഷൻ. ഇതാണ് കറക്റ്റ് ഓർഡർ വരുന്നത്. ഓഗസ്റ്റ് ഓഫർ വന്ന വർഷം ഏതാണ്? 1940 ഓഗസ്റ്റ് ഓഫർ വരുന്നത്. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ വരുന്നത്. എന്താണ് ഓഗസ്റ്റ് ഓഫറിൻ്റെ എന്താണ് ഉദ്ദേശ്യം? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ട് വയ്ക്കുന്നതാണ് ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന പ്രഖ്യാപനം. ഇന്ത്യക്ക് എന്താണ് ഓഫർ ചെയ്യുന്നത്? പുത്രികാ രാജ്യ പദവിയാണ് ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്നത്. എന്നാൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. പുത്രികാ രാജ്യ പദവിയല്ല, പൂർണ്ണ സ്വരാജാണ് തങ്ങൾക്ക് ആവശ്യമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ക്രിപ്സ് മിഷൻ എന്നാണ് വന്നത്? 1942 ക്രിപ്സ് മിഷൻ വരുന്നത്. അതും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടാണ് ക്രിപ്സ് മിഷനെ നിയോഗിച്ചത്. ഓക്കെ, ആരാണ് ക്രിപ്സ് മിഷനെ നിയോഗിച്ചത്? വിൻസ്റ്റൺ ചർച്ചിൽ. ഓക്കെ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ് ക്രിപ്സ് മിഷനെ നിയോഗിച്ചത്. ചെയർമാൻ ആരാണ്? സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആയിരുന്നു ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത്. ഓക്കെ, ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകാനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്. ഓക്കെ, എന്നിട്ട് രണ്ടാം ലോക മഹായുദ്ധാനന്തരം പുത്രികാ രാജ്യ പദവി വീണ്ടും ഓഫർ ചെയ്തു. പക്ഷേ ഇതും കോൺഗ്രസും മുസ്ലിം ലീഗും എതിർക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് വരുന്നതാണ് വേവൽ പ്ലാൻ എന്ന് പറയുന്നത്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? വേവൽ പ്രഭു. 1945 വേവൽ പ്ലാൻ പ്രഖ്യാപിക്കുന്നത്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു കൂട്ടിയ കോൺഫറൻസിന് എന്താണ് പറയുന്നത്? സിംല കോൺഫറൻസ് എന്നാണ് പറയപ്പെടുന്നത്. 1945. എന്തായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ? ഹിന്ദു മുസ്ലിം തുല്യ പ്രാധാന്യമുള്ള ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കും. അതുപോലെ പ്രതിരോധമൊഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണസ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും. ഗവർണർ ജനറലും മുഖ്യ സൈന്യാധിപനും ഒഴികെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ എല്ലാവരും ഇന്ത്യക്കാരായിരിക്കും. ഇതായിരുന്നു വേവൽ പ്ലാൻ സിംല കോൺഫറൻസിലൂടെയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ. ഓക്കെ, ഇനി ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷൻ? ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ലേബർ ഗവൺമെൻറ് 1946 ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റിയാണ് ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, എന്നാണ് ഇന്ത്യയിലെത്തിയത്? 1946 മാർച്ച് 23 കറാച്ചിയിലും മാർച്ച് 24 ഡൽഹിയിലും എത്തുകയുണ്ടായിരുന്നു. ഓക്കെ, ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിൽ എത്തിച്ചപ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? പെത്വിക് ലോറൻസ്. ഓക്കെ, ആരൊക്കെയായിരുന്നു? മൂന്ന് അംഗങ്ങൾ. AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്. ഇവർ 3 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ? എന്തായിരുന്നു? ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക. ഓക്കെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും വേഗമാക്കാവോ അത്രയും വേഗത്തിലാക്കുക. ഇത്രയുമായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. കെട്ടുകാഴ്ച അഥവാ കുതിരകെട്ട് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവിറ്റി അസോസിയേറ്റഡ് വിത്ത് ടെമ്പിൾ ഫെസ്റ്റിവൽസ് ഇൻ കൊയിലോൺ ആൻഡ് ആലപ്പി ഡിസ്ട്രിക്ട്സ് റിലേറ്റഡ് ടു. എന്താണ്? കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന ഉത്സവമാണ് കെട്ടുകാഴ്ച അല്ലെങ്കിൽ കുതിരകെട്ട്. ഇത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ബുദ്ധിസവുമായി ബന്ധപ്പെട്ടതാണ് കെട്ടുകാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, കെട്ടുകാഴ്ച എന്നൊക്കെ പറയുന്നത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിമുട്ട് ഇന്ത്യയുടെ അവസരമാണെന്ന് ആരാണ് മനസ്സിലാക്കിയത്? ബ്രിട്ടൻസ് ഡിഫിക്കൽട്ടി വാസ് ഇന്ത്യാസ് ഓപ്പർച്യൂണിറ്റി. ആരാണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ് ആണ് മനസ്സിലാക്കിയത്. ബ്രിട്ടീഷസ് ഡിഫിക്കൽട്ടി വാസ് ഇന്ത്യാസ് ഓപ്പർച്യൂണിറ്റി. ബ്രിട്ടീഷുകാരുടെ ബുദ്ധിമുട്ട് ഇന്ത്യയുടെ അവസരമാണ്. സുഭാഷ് ചന്ദ്രബോസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ഫ്രഞ്ച് ഇൻ്റലിജൻസ് ഏജൻസി? താഴെ പറയുന്നവയിൽ ഏതാണ് ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസി? ഏതാണ്? ഓപ്ഷൻ എ ആണ് DGSE. ഏതാണ്? DGSE. എന്താണ് DGSE?
ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ആണ് കേട്ടോ. ഡയറക്ടറേറ്റ് ജനറൽ ഫോർ എക്സ്റ്റേണൽ സെക്യൂരിറ്റിയാണ് DGSE എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പ്രതിരോധ സേവനങ്ങൾക്കായി ക്രാവ് മാഗ എന്ന സ്വയം പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതെന്നാണ്? എന്താണ് ക്രാവ് മാഗ? ആരാണ് ക്രാവ് മാഗ വികസിപ്പിച്ചെടുത്തത്? ഇസ്രായേലാണ്. പ്രതിരോധ സംവിധാനങ്ങൾക്കായി ക്രാവ് മാഗ എന്ന സ്വയം പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു പ്രത്യേക പ്രദേശത്തെ അന്തരീക്ഷത്തിൻ്റെ ലംബ താപനില പ്രൊഫൈൽ ഉപരിതലത്തിനടുത്തുള്ള ഒരു വിപരീത പാളി കാണിക്കുന്നുവെന്ന് ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ നിരീക്ഷിക്കുന്നു. ഈ പ്രതിഭാസം താഴെ പറയുന്നവയിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് കാരണമാകുന്നത്? ഇംഗ്ലീഷ് വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. എന്താണ്? എ ക്ലൈമറ്റോളജിസ്റ്റ് ഒബ്സർവ് ദാറ്റ് ദ വെർട്ടിക്കൽ ടെമ്പറേച്ചർ പ്രൊഫൈൽ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. ഒരു പ്രത്യേക പ്രദേശത്തെ വെർട്ടിക്കൽ ടെമ്പറേച്ചർ പ്രൊഫൈല് ഷോസ് ആൻഡ് ഇൻവേർഷൻ ലെയർ നിയർ ദ സർഫസിൻ്റെ അടുത്തായിട്ട് ഒരു ഇൻവേർഷൻ ലെയർ കാണിക്കുന്നുണ്ട്. ദിസ് ഫിനോമിന ഇസ് മോസ്റ്റ് ലൈക്ലി ടു റിസൾട്ട് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ ഇൻവേർഷൻ ലെയർ കാണിക്കുന്നത് എന്തിന് കാരണമാകുന്നു? എന്ത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിനാണ് കാരണമാകുന്നതെന്ന്. ഓക്കെ, എന്തിനാണ്? ഓപ്ഷൻ ബി ആണ്. റെഡ്യൂസ്ഡ് വിസിബിലിറ്റി ആൻഡ് ഇൻക്രീസ്ഡ് സ്മോക്ക് ഫോർമേഷൻ ഡ്യൂ ടു ട്രാപ്ഡ് പൊല്യൂട്ടൻസ്. എന്താണ്? മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം ദൃശ്യപരതയും പുകമഞ്ഞിൻ്റെ രൂപീകരണവും വർദ്ധിക്കുന്നു. വിസിബിലിറ്റി കുറയുന്നു. സ്മോഗ് ഫോർമേഷൻ കൂടുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഫോർമേഷൻ ഓഫ് ഹൊഗനക്കാൽ ഫോൾസ് ഓൺ ദി കാവേരി റിവർ ഇസ് പ്രൈമറിലി ദി റിസൾട്ട് ഓഫ്. ഹൊഗനക്കാൽ വാട്ടർഫോൾസ് കാവേരി റിവറിൽ. അപ്പം അതൊരു തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് റിവറിലുള്ളതാണ് ഹൊഗനക്കാൽ വാട്ടർഫോൾസ് എന്നുള്ളത്? എവിടെയുള്ളതാണ്? കാവേരിയിലുള്ളതാണ്. അപ്പം കാവേരി നദിയിൽ ഹൊഗനക്കാൽ വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് പ്രധാനമായും ഇവയുടെ ഫലമാണ്. എന്തിൻ്റെ ഫലമാണ്? ഓപ്ഷൻ ബി ആണ്. ധർമ്മപുരി പീഠഭൂമിയിലെ പ്രതിരോധശേഷിയുള്ള ഗ്രാനൈറ്റ് പാറകളുടെ ഒരു ഭൂപ്രകൃതിയിൽ കാവേരി നദി പതിക്കുന്നു. എന്താണ്? ദ കാവേരി റിവർ പ്ലഞ്ചിങ് ഓവർ എ ലാൻഡ്സ്കേപ്പ് ഓഫ് റെസിസ്റ്റൻറ്റ് ഗ്രാനൈറ്റ് റോക്ക് ഇൻ ദി ധർമ്മപുരി പ്ലാറ്റ്യൂ റീജിയൻ. ധർമ്മപുരി പ്ലാറ്റ്യൂ റീജിയനിലെ ഗ്രാനൈറ്റ് റോക്കിൻ്റെ മുകളിലോട്ടാണ് ഈ കാവേരി റിവർ വീഴുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കാവേരി നദി പതിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ദി പെർസിസ്റ്റൻസ് ഓഫ് ഹൈപ്പർ എറിഡിക് കണ്ടീഷൻ ഇൻ ദ സഹാറ ഡെസേർട്ട് ക്യാൻ ബി ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ വിച്ച് കോമ്പിനേഷൻ ഓഫ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്? എന്താണ്? സഹാറ മരുഭൂമിയിലെ അതിശക്തമായ വരണ്ട അവസ്ഥയുടെ നിലനിൽപ്പിനെ ഭൂമിശാസ്ത്രപരമായി ഏത് ഘടകങ്ങളുടെ സംയോജനത്തിലൂടെയാണ് ഏറ്റവും നന്നായി വിശദീകരിക്കാൻ കഴിയുക? സഹാറ ഡെസേർട്ടിൻ്റെ ആ എറിഡ് കണ്ടീഷൻ്റെ കാര്യം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഉപ ഉഷ്ണമേഖല ഉയർന്ന മർദ്ദമേഖലയിലെ സ്ഥാനം. ലൊക്കേഷൻ ഇൻ ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. എവിടെയാണ് ലൊക്കേഷൻ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലെ ലൊക്കേഷൻ. അതുപോലെ തന്നെ കോൾഡ് കറൻസ്, സമീപത്തുള്ള തണുത്ത സമുദ്രപ്രവാഹങ്ങൾ. അത് പിന്നെന്താണ്? ചുറ്റുമുള്ള പർവ്വതങ്ങളുടെ മഴനിഴൽ പ്രഭാവം, റെയിൻ ഷാഡോ എഫക്റ്റ് ഓഫ് സറൗണ്ടിങ് മൗണ്ടൻസ്. ഇത് മൂന്നും കാരണമാണ് സഹാറ ഡെസേർട്ടിൽ അത്തരത്തിലുള്ള ഒരു ഹൈപ്പർ എറിഡ് കണ്ടീഷൻ വരുന്നതെന്ന്. ഓക്കെ, അതിശക്തമായ വരണ്ടാവസ്ഥ ഉണ്ടാകാൻ കാരണം എന്തൊക്കെയാണ്? സബ് ട്രോപ്പിക്കൽ പ്രഷർ ബെൽറ്റിൽ ആണ് ലൊക്കേഷൻ. ഉപോഷ്ണ ഉയർന്ന മർദ്ദമേഖലയിലാണ് സ്ഥാനം. അത് കണക്ക് തണുത്ത ജലപ്രവാഹത്തിൻ്റെ സമീപത്തുള്ള സാമീപ്യം. പിന്നീട് പർവ്വതങ്ങൾ കാരണമായിട്ട് വരുന്ന മഴനിഴൽ പ്രദേശം. ഓക്കെ, അടുത്ത ചോദ്യം. ദി കോൺസെൻട്രേഷൻ ഓഫ് ജൂട്ട് കൾട്ടിവേഷൻ ഇൻ ദി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ റീജിയൻ ഇസ് പ്രൈമറിലി ഡ്യൂ ടു വിച്ച് കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ മേഖലയിലെ ചണം കൃഷിയുടെ സാന്ദ്രത പ്രധാനമായും ഏത് ഘടകങ്ങളുടെ സംയോജനമാണ്? ഏത് ഘടകങ്ങളുടെയാണ്? ഫലഭൂയിഷ്ഠമായ എക്കൽമണ്ണ്, ഉയർന്ന താപനിലയും നല്ല മഴയും, വില കുറഞ്ഞ തൊഴിലാളികളുടെ ലഭ്യത. ചീപ്പ് ലേബറാണ് ഇവിടെ വില കുറഞ്ഞെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. എന്താണ്? ചീപ്പ് ലേബറിൻ്റെ ലഭ്യത, ഉയർന്ന താപനിലയും നല്ല മഴയും, ഫലഭൂയിഷ്ഠമായ എക്കൽമണ്ണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ black sand deposits along the Kerala coast, particularly in Kollam and Alappuzha districts, are economically significant mainly because they contain. എന്താണ്? കേരള തീരത്തിൻ്റെ പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ കരിമണൽ നിക്ഷേപങ്ങൾ സാമ്പത്തികമായി പ്രാധാന്യമുള്ളവയാണ്. കാരണം അവയിൽ ഡാഷ് അടങ്ങിയിരിക്കുന്നു. എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈൽ. എന്തൊക്കെയാണ്? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈൽ. എന്താണ്? റെയർ എർത്ത് മെറ്റൽസ് ആണ് ഇവ മൂന്നും അല്ലേ? റെയർ എർത്ത് മെറ്റൽസ് ആൻഡ് ഹെവി മിനറൽസ് ലൈക്ക് ഇൽമനൈറ്റ്, മോണോസൈറ്റ് ആൻഡ് റൂട്ടൈൽ ആർ പ്രസൻറ്റ് ഇൻ ദീസ് സോയിൽസ്. ഓക്കെ, അടുത്ത ചോദ്യം. ഹൈടെക് കയറ്റുമതി അധിഷ്ഠിത വ്യവസായവൽക്കരണത്തിലേക്കുള്ള തമിഴ്നാടിൻ്റെ തന്ത്രപരമായ മാറ്റത്തിന് ഏറ്റവും മികച്ച ഉദാഹരണം താഴെ പറയുന്ന സംഭവ വികാസങ്ങളിൽ ഏതാണ്? ഓക്കെ,
ഹൈടെക് എക്സ്പോർട്ട് ഓറിയൻറ്റേഷൻ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് തമിഴ്നാട് പോയത് എന്ത് കാരണമായിട്ടെന്നാണ് ചോദിക്കുന്നത്. എന്ത് കാരണമായിട്ടാണ്? സെമി കണ്ടക്ടർ മിഷൻ 2030 പ്രകാരം ചിപ്പ് ഡിസൈനിങ് സ്ഥാപനങ്ങൾക്കുള്ള സബ്സിഡിയും പങ്കിട്ട അടിസ്ഥാന സൗകര്യവും. എന്താണ്? സബ്സിഡീസ് ആൻഡ് ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ചിപ്പ് ഡിസൈൻ ഫോംസ് അണ്ടർ ദി സെമി കണ്ടക്ടർ മിഷൻ 2030 സെമി കണ്ടക്ടർ മിഷന് കീഴിൽ വന്ന സബ്സിഡീസും ഷെയർ ഇൻഫ്രാസ്ട്രക്ചറും കാരണമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ചിപ്പ് ഡിസൈനിങ് ഫോംസിന് കൊടുത്തിട്ടുള്ള സബ്സിഡീസും ഷെയർ ഇൻഫ്രാസ്ട്രക്ചറും കാരണമാണ് അത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് 5-year പ്ലാൻ വാസ് ലോഞ്ച്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 2 കോൺസിക്യൂട്ടീവ് ആനുവൽ പ്ലാൻസ് ഓഫ് 1992? ഏതാണ്? എത്രാമത്തെ 5-year പ്ലാനാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ? 8th പ്ലാന്. നരസിംഹറാവു മൻമോഹൻ സിംഗ് മോഡൽ, റാം മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്ന 8ാം പഞ്ചവത്സര പദ്ധതിയാണ് 90-92 ആനുവൽ പ്ലാനുകൾക്ക് ശേഷം, കോൺസിക്യൂട്ടീവ് ആനുവൽ പ്ലാനുകൾക്ക് ശേഷം വന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ പൊട്ടൻഷ്യൽ GDP എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പൊട്ടൻഷ്യൽ GDP? എന്താണ് പൊട്ടൻഷ്യൽ GDP? പണപ്പെരുപ്പ സമ്മർദ്ദം ഉണ്ടാക്കാതെ പരമാവധി സുസ്ഥിര ഉൽപ്പാദനം. പണപ്പെരുപ്പ സമ്മർദ്ദം ഉണ്ടാക്കാതെയുള്ള പരമാവധി സുസ്ഥിര ഉൽപ്പാദനമാണ് പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത്. മാക്സിമം സസ്റ്റൈനബിൾ ഔട്ട്പുട്ട് വിത്തൗട്ട് കോസിങ് ഇൻഫ്ലേഷണറി പ്രഷർ. ഓക്കെ, മാക്സിമം സസ്റ്റൈനബിൾ ഔട്ട്പുട്ട് വിത്തൗട്ട് കോസിങ് ഇൻഫ്ലേഷണറി പ്രഷർ. പണപ്പെരുപ്പ സമ്മർദ്ദം ഉണ്ടാക്കാതെയുള്ള പരമാവധി സുസ്ഥിര ഉൽപ്പാദനം, മാക്സിമം സസ്റ്റൈനബിൾ ഔട്ട്പുട്ട്. ഓക്കെ, അണ്ടർ ദ നീതി ആയോഗ്സ് മാൻഡേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ് ഇസ് ബിയോണ്ട് ഇറ്റ്സ് ഒഫീഷ്യൽ സ്കോപ്പ്? നീതി ആയോഗിൻ്റെ മാൻഡേറ്റിന് കീഴിൽ താഴെ പറയുന്ന പ്രവർത്തനങ്ങളിൽ ഏതാണ് അതിൻ്റെ ഔദ്യോഗിക പരിധിക്ക് പുറത്തുള്ളത്? എന്താണ്? സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് ഗ്രാൻറ്റുകൾ നൽകൽ. ഗ്രാൻറ്റുകളൊന്നും നീതി ആയോഗ് നൽകുന്നില്ല അല്ലേ? അപ്പം അതാണ് പെടാത്തത്. ഇനി നീതി ആയോഗിൻ്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? നയരൂപീകരണത്തിനുള്ള ഒരു വിജ്ഞാന നവീകരണ കേന്ദ്രമായി പ്രവർത്തിക്കൽ. എന്താണ്? നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ് ഫോർ പോളിസി മേക്കിംഗ്. അതുപോലെ ഡിസൈനിങ് സ്ട്രാറ്റജി ആൻഡ് ലോങ് ടേം പോളിസി ഫ്രെയിംവർക്ക്. തന്ത്രപരവും ദീർഘകാലവുമായ നയചട്ടക്കൂടുകൾ രൂപപ്പെടുത്തുക. ഡിസൈനിങ് സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസി ഫ്രെയിംവർക്ക്സ്. മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് പ്രോഗ്രാംസ്. സർക്കാർ പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ഇതൊക്കെ നീതി ആയോഗിൻ്റെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. അല്ലാതെ ഗ്രാൻഡ് ഒന്നും നേരിട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് അഗ്രികൾച്ചറൽ പോളിസി മൈൽ സ്റ്റോൺസ് ഇൻ ഇന്ത്യ ഇൻ ദിയർ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ACBD ആണ്. എന്താണ്? കമ്മ്യൂണിറ്റി വികസന ചട്ടക്കൂടിന് കീഴിൽ തീവ്ര കാർഷിക ജില്ലാ പരിപാടിയുടെ ആമുഖം. എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം അണ്ടർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കിന് കീഴിൽ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം IADP. ഓക്കെ, രണ്ടാമത്തെ ഏതാണ്? ഫോർമേഷൻ ഓഫ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫോർ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സംരംഭത്തിനും വിതരണത്തിനുമായി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രൂപീകരണം. മൂന്നാമത്തെ ഏത് വരും? ഹരിത വിപ്ലവത്തിന് കീഴിൽ ഉയർന്ന വിളവ് നൽകുന്ന വൈവിധ്യങ്ങളുടെ പരിപാടി. എന്താണ്? ഹൈ ഈൽഡ് വെറൈറ്റി പ്രോഗ്രാമാണ് അത് കഴിഞ്ഞ് വരുന്നത്. പിന്നീടാണ് വികസനത്തിനുള്ള ഓപ്പറേഷൻ ഫ്ലഡ് വരുന്നത്. അപ്പം ആദ്യം വരുന്നത് എന്താണ്? ഇൻറ്റൻസീവ് അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, അത് കഴിഞ്ഞ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പിന്നെ ഹൈ ഈൽഡ് വെറൈറ്റി പ്രോഗ്രാം, പിന്നീടാണ് ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ phase 1 ഫോർ ഡയറി ഡെവലപ്മെൻറ്റ്. ഓക്കെ, ആ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഇന്ത്യാസ് മിനറൽ ഇമ്പോർട്ട്സ് ആർ കറക്റ്റ്? ഇന്ത്യയുടെ മിനറൽ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഗോൾഡ് അക്കൗണ്ട്സ് ഫോർ മേജർ ഷെയർ ഓഫ് ഇന്ത്യാസ് മിനറൽ ഇമ്പോർട്ട് ബിൽ ബൈ വാല്യൂ. ഇന്ത്യയുടെ ധാതു ഇറക്കുമതി ബില്ലിൻ്റെ മൂല്യം അനുസരിച്ച് സ്വർണ്ണത്തിൻ്റെ അളവ് കൂടുതലാണ്. ഇറക്കുമതി കൂടുതൽ ചെയ്യുന്നത് എന്താണ്? സ്വർണ്ണമാണ് ഇറക്കുമതി കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണ്. ഇന്ത്യ ഈസ് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ കോക്കിംഗ് കോൾ, സോ ഇറ്റ് ഡസ് നോട്ട് ഇമ്പോർട്ട് ഇറ്റ്. കോക്കിംഗ് കോളിലല്ല, ഇന്ത്യ കോളിലാണ് സെൽഫ് സഫിഷ്യൻറ്റ്, കോക്കിംഗ് കോളിൽ സെൽഫ് സഫിഷ്യൻ്റ് അല്ല. ഓക്കെ, അതുകൊണ്ട് അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ബോക്സൈറ്റ് ഇസ് ദ ലാർജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോൺ ഫെറസ് മെറ്റൽ ഓർ. ബോക്സൈറ്റ് ഇന്ത്യയിൽ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഇനി ഇന്ത്യസ് യുറേനിയം ഇമ്പോർട്ട്സ് ഹാവ് ബീൻ ഡിക്ലൈനിങ് എവറി ഇയർ സിൻസ് 2018. 2018 മുതൽ ഇന്ത്യയുടെ യുറേനിയം ഇറക്കുമതി എല്ലാ വർഷവും കുറഞ്ഞു വരികയാണെന്ന് പറയുന്നത് തെറ്റാണ്. യുറേനിയം ഇറക്കുമതി ഉണ്ട്, കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ 2024-25 ഏറ്റവും കൂടുതൽ GST വരുമാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ 2024-25 ഏറ്റവും കൂടുതൽ GST വരുമാനം നേടിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര.
അടുത്ത ചോദ്യം, ഭരണഘടനയുടെ അടിസ്ഥാന പട്ടികയിൽ ആർട്ടിക്കിൾ 51A പെടാത്തത് ഏത്? 51A പെടാത്തത് എന്താണ്? 51A മൗലിക കടമയാണ് അല്ലേ? അപ്പം മൗലിക കടമയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി 3 ഓൺലി ആണ്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ധാർമ്മിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ഇതിനകത്ത് വരും, DPSPക്കകത്ത് വരുന്നതാണ് അല്ലേ? DPSPക്കകത്ത് ബാക്കി മൗലിക കടമകളിനകത്ത് വരുന്നതാണ് ബാക്കി കാര്യങ്ങൾ. ഭരണഘടന അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക, രാജ്യത്തെ സംരക്ഷിക്കുകയും ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം നൽകുകയും ചെയ്യുക, നമ്മുടെ സംയോജിത സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കുക. അത് മൂന്നും മൗലിക കടമയ്ക്കകത്ത് വരുന്നതാണ്. ഓക്കെ, എന്നാണ് മൗലിക കടമ വന്നത്? 42ാം ഭേദഗതി പ്രകാരമാണ് 10 മൗലിക കടമകൾ ആദ്യം വന്നത് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് 86ാം ഭേദഗതി പ്രകാരം 2002 86ാം ഭേദഗതി പ്രകാരം 2010 11ാമത്തെ മൗലിക കടമ വരുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ കടമയാകുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങൾ നടപ്പാക്കാനുള്ള ബാധ്യത ഭരണഘടനയിൽ നിക്ഷിപ്തമാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്, 2 ഓൺലി. എന്താണ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയുമായും. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസൈൻസ് ഒബ്ലിഗേഷൻ ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യത ഭരണഘടനയിൽ നിക്ഷിപ്തമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ആർക്കാണ് മൗലികാവകാശങ്ങൾ നടപ്പാക്കാനുള്ള ബാധ്യത? ആർക്കാണ്? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ് മൗലികാവകാശങ്ങൾ നടപ്പാക്കാനുള്ള ബാധ്യത ഭരണഘടനയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു ദരിദ്രന് സർക്കാർ തൻ്റെ ഭൂമി പണം നൽകാതെ ഏറ്റെടുത്താൽ നേരിട്ട് പരിഹാരത്തിനായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ എന്താണ് കാര്യം? എന്തായിരിക്കും? സ്വത്തവകാശം മൗലികാവകാശമല്ല, നിയമം വഴി സ്ഥാപിതമായ അവകാശമാണ്, നിയമാവകാശമാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് കോടതിയിൽ പോയി സ്ഥാപിച്ചെടുക്കാൻ ഒക്കത്തില്ല. ഓക്കെ, അപ്പം അതാണ് ആൻസർ വരുന്നത്. നോക്കിയേ, ആൻസർ ഡി 2 ഓൺലിയാണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ സംസ്ഥാന പട്ടികയിൽ നിന്ന് കൺകറൻറ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ ഏതൊക്കെയാണ്? നോക്കിയേ, ഓപ്ഷൻ ബി 2, 4 എഡ്യൂക്കേഷനും ഫോറസ്റ്റും, വനം, വന്യജീവി, വിദ്യാഭ്യാസം, അളവ് തൂക്കം, അങ്ങനെ സുപ്രീം കോടതി ഹൈക്കോടതി ഒഴിച്ചുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായവും ഘടനയുമാണ് കൺകറൻറ്റ് ലിസ്റ്റിനകത്ത് പെടുന്നത് അല്ലേ? ബാക്കി വരത്തില്ല. പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഫാമിലി പ്ലാനിങ് കൺകറൻറ്റ് ലിസ്റ്റിനകത്തുള്ളതാണെങ്കിലും 42ാം ഭേദഗതി പ്രകാരം വന്നതല്ല. ഓക്കെ, അതുപോലെ റെയിൽവേ വരുന്നത് യൂണിയൻ ലിസ്റ്റിനകത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, എ ഫോറിനർ ഹു റിമെയിൻസ് ഇൻ ഇന്ത്യ ഇസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു. ഇന്ത്യയിൽ തുടരുന്ന ഒരു വിദേശിക്ക് എന്തോത്തിനൊന്നിന് അർഹതയില്ല. ഏതിനാണ് അർഹതയില്ലാത്തത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ 1 ഓൺലി. വ്യാപാരത്തിനും തൊഴിലിനുമുള്ള സ്വാതന്ത്ര്യമില്ല. ബാക്കി നിയമത്തിന് മുന്നിൽ സമത്വം, ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം, മതസ്വാതന്ത്ര്യം, ഇത്രയും ഉണ്ട്. വ്യാപാരത്തിനും തൊഴിലിനുമുള്ള സ്വാതന്ത്ര്യം ഇല്ല. എന്തൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമായത്? ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഇത് ഇത്രയും, ഈ ആർട്ടിക്കിൾ ഇത്രയും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം വരുന്നതാണ്. ഓക്കെ, അപ്പം ഈ ട്രേഡ് ആൻഡ് പ്രൊഫഷൻ ഏതിൽ വരും? 19ാമത്ത് വരും അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, മെമ്പർ ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡ്. മന്ത്രിസഭയിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനകത്ത് ഉൾപ്പെടുന്നത് ആരൊക്കെയാണെന്നാണ്. ഓപ്ഷൻ സി 3 ആണ് ഉത്തരം. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരുമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭേദഗതി പ്രക്രിയയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 1, 3, 4 ശരിയാണ്. ഓക്കെ, ഭരണഘടനയുടെ ഭൂരിഭാഗം വ്യവസ്ഥകളും പാർലമെൻറ്റിന് മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയൂ. ഒന്നുകിൽ ലളിതമായ ഭൂരിപക്ഷത്തിലൂടെയോ, ഇതാണ് സിമ്പിൾ മെജോറിറ്റിയിലൂടെയോ, അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷത്തിലോ, സ്പെഷ്യൽ മെജോറിറ്റിയിലോ പാർലമെൻറ്റിന് ഭേദഗതി ചെയ്യാൻ കഴിയും കൂടുതൽ കാര്യങ്ങൾ. അതുപോലെ സംസ്ഥാനങ്ങൾ ഭേദഗതികൾ അംഗീകരിക്കുന്നതിന് ഭരണഘടന സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇത്ര സമയത്തിനകം അവർ അംഗീകരിക്കണമെന്നൊരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. മുകളിലുള്ള പ്രസ്താവനകളുടെ ഭരണഘടനാ ഭേദഗതിയെ ചൊല്ലി പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും തമ്മിലുള്ള സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയും ഇല്ല. അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജോയിൻറ്റ് സിറ്റിംഗ് ഒന്നും നടത്താൻ ഒക്കത്തില്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ചില ഭേദഗതികൾ ആരംഭിക്കാൻ കഴിയൂ, അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 350A പ്രാഥമിക ലക്ഷ്യം എന്താണ്? 350A പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 2 and 3 ഓൺലിയാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ഓക്കെ,
പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുക. എന്തൊക്കെയാണ്? ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുക. ഇത് രണ്ടും എന്താണ്? 350A പ്രാഥമിക ലക്ഷ്യമാണ്. 350A ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുക, പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുക. അടുത്ത ചോദ്യം, ഹരിതഗൃഹവാതക ഉത്ഭവന തീവ്രതാ ലക്ഷ്യം GEI ടാർഗറ്റ് റൂൾസ് 2025 കരട് നിയമങ്ങൾ അനുസരിച്ച് ഹരിതഗൃഹവാതക തീവ്രത എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 2 only ആണ്. തുല്യമായ ഉൽപ്പാദനത്തിലോ ഉൽപ്പന്നത്തിലോ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹവാതക ഉത്ഭവന തീവ്രത എന്ന നിലയിൽ എഴുതിയേക്കുന്നത് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് വായിക്കുക. ഓക്കെ, തുല്യമായ ഉൽപ്പാദനത്തിലോ ഉൽപ്പന്നത്തിലോ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹവാതക ഉത്ഭവന തീവ്രത എന്ന നിലയിൽ. ഇംഗ്ലീഷിലൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു ദ ഡ്രാഫ്റ്റ് റൂൾസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ ഇൻറ്റൻസിറ്റി ടാർഗറ്റ് റൂൾസ് 2025, how is greenhouse gas emission intensity defined? ഗ്രീൻഹൗസ് ഗ്യാസ് എമിഷൻ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആസ് ഗ്രീൻഹൗസ് ഗ്യാസ് എമിഷൻ ഇൻറ്റൻസിറ്റി ഇസ് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പെർ ഇക്വലൻ്റ് ഔട്ട്പുട്ട് ഓർ പ്രോഡക്റ്റ്. എ ഗ്രീൻഹൗസ് gases emission intensity is tons of carbon dioxide per equivalent output or product. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. കേരളത്തിലെ ജനകീയാസൂത്രണ ക്യാമ്പയിൻ 1996 ആരംഭിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്കായി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ഓക്കെ, ഇത് 3ഉം കറക്റ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല ഏതാണ്? ഓപ്ഷൻ സി മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ ജില്ല ഏതാണ്? മലപ്പുറം. അടുത്ത ചോദ്യം, ആർദ്രം മിഷൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്താണ്? പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കുക എന്നുള്ളതാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. PHCകളെ അപ്ഗ്രേഡിംഗ് PHCs പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ടു ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ്, PHCസിനെ FHCs ആക്കുക. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 വിദ്യാഭ്യാസത്തെ ഒരു അവകാശമാക്കി മാറ്റുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21 പ്രകാരമാണ് അല്ലേ? 21A പ്രകാരം, ആർട്ടിക്കിൾ 21A പ്രകാരമാണ്. എന്നാണ് വന്നത്? 86ാം ഭരണഘടനാ ഭേദഗതി 2002 കൊണ്ടുവരികയും 2010 ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരികയുമാണ് ചെയ്തത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് സംഘടനയെ ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ സ്വയം സഹായ ശൃംഖലകളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്നു? ഏതിനെയാണ്? കുടുംബശ്രീയാണ് അല്ലേ? കുടുംബശ്രീ. ഓപ്ഷൻ ബി കുടുംബശ്രീ മിഷനാണ്. അടുത്ത ചോദ്യം, കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി ഏതാണ്? ഓപ്ഷൻ ബി ജ്യോതിയാണ്. ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികളെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പരിപാടി ഏതാണ്? ജ്യോതി. താഴെ പറയുന്നവയിൽ ഏതാണ് ഹൈപ്പോതലാമസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം. മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം ആരുടെ പ്രവൃത്തിയാണ്? പൈനിയൽ ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം. ബാക്കി റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ, ശരീര താപനിലയുടെ നിയന്ത്രണം, വിശപ്പിൻ്റെയും ഭാരത്തിൻ്റെയും നിയന്ത്രണം, വൈകാരിക പ്രതികരണങ്ങളുടെ നിയന്ത്രണം, ഇത് 3ഉം ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നതാണ്. മെലാറ്റോണിൻ്റെ ഉൽപ്പാദനം പൈനിയൽ ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത്? ഏതാണ്? വൈറ്റമിൻ B12ൻ്റെ കുറവ് മൂലമാണ് പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത്. ഓക്കെ, വൈറ്റമിൻ B3യുടെ കുറവ് കൊണ്ട് എന്തുണ്ടാകും? പെല്ലാഗ്ര ഉണ്ടാകും. വൈറ്റമിൻ സി ആണെങ്കിൽ സ്കാർവി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകും. ഓക്കെ, അടുത്ത ചോദ്യം, മാച്ച് ദ ഡിസീസ് വിത്ത് ദർ കോസറ്റീവ് പാരസൈറ്റ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഏതാണ്? സിഫിലിസ് ഏത് വരും? സിഫിലിസ് വരുന്നത് ട്രിപ്പോണൈമ പല്ലിടമാണ്. സിഫിലിസ് വരുന്നത്. വൂപ്പിംഗ് കഫ്, വില്ലൻ ചുമ എന്തോ വരും? വില്ലൻ ചുമ ഏതുകൊണ്ട് വരും? ബർട്ടഡല്ല പെർട്ടൂസിസ് ആണ് വരുന്നത്. ഓക്കെ, ബർട്ടഡല്ല പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമ വരുന്നത്. ഇനി പ്ലേഗ് വരുന്നത് ഏതാണ്? പ്ലേഗ് യെർസിനീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് വരുന്നത്. ചിക്കൻ ബോക്സ് ഏത് വരും? വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ചിക്കൻ ബോക്സ് വരുന്നത്. അതുപോലെ സ്ലീപ്പിംഗ് സിക്നസ് വരുന്നത് ഏതാണ്?
ട്രിപ്പണോസോമ ഗ്യാമ്പിയൻസ് ആണ് സ്ലീപ്പിംഗ് സിക്നസ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. അമ്ലമഴയുടെ രൂപീകരണവുമായി ഏറ്റവും സാധാരണയായി ബന്ധപ്പെട്ടിരിക്കുന്ന മലിനീകരണ വസ്തു ഏതാണ്? ഓപ്ഷൻ സി ആണ് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും. സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡുമാണ് അമ്ലമഴയ്ക്ക് കാരണമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേര് ഏതാണ്? സുകൃതമാണ്. ഓപ്ഷൻ എ സുകൃതമാണ്. ഓക്കെ, സുകൃതം. ആരാണ് സുകൃതത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ? മമ്മൂട്ടിയാണ്. മമ്മൂട്ടി. ഓക്കെ, അടുത്ത ചോദ്യം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. നമുക്ക് ശരിയായിട്ടുള്ളത് വായിച്ചു പോകാം. പുറത്തുവിടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, ഇനി ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദി അറൈവൽ ഓഫ് ഫോട്ടോൺ അറ്റ് എ മെറ്റൽ സർഫസ് ആൻഡ് ദ എമിഷൻ ഓഫ് ദി ഇലക്ട്രോൺ. ഒരു ലോഹ പ്രതലത്തിൽ ഫോട്ടോൺ എത്തുന്നതിനും ഇലക്ട്രോൺ പുറത്തുവിടുന്നതിനും ഇടയിൽ സമയ ഗ്യാപ്പ് ഇല്ല, ഇടവേള ഇല്ല. അടുത്തത്. എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ആശ്രയിച്ചാണ് ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഊർജ്ജം ഇരിക്കുന്നത്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഊർജ്ജം ഇൻസിഡൻറ്റ് ലൈറ്റ് ഫ്രീക്വൻസിയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം എന്താണ് വരുന്നത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവവുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് വരുന്ന എന്തൊക്കെയാണ്? പുറത്തുവിടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിൻ്റെ തീവ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ലോഹ പ്രതലത്തിൽ ഫോട്ടോൺ പുറത്തുവിടുന്നതിനും ഇലക്ട്രോൺ പുറത്തുവിടുന്നതിനും ഇടയിൽ സമയ ഇടവേള ഇല്ല. ഫോട്ടോ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം ഇൻസിഡൻറ്റ് ലൈറ്റ് ഫ്രീക്വൻസിയെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 100 കിലോഗ്രാം ഭാരമുള്ള ഒരു ബഹിരാകാശ പേടകം പുറന്തള്ളാൻ ആവശ്യമായ ഊർജ്ജം എന്താണ്? ഓപ്ഷൻ ഡി ആണ് 6.05 × 10⁵ ജൂൾ 10⁹ ജൂൾ. ഓക്കെ, 6.05 × 10⁹ ജൂൾ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഈ 100 കിലോഗ്രാം ഭാരമുള്ള ഒരു ബഹിരാകാശ പേടകം പുറന്തള്ളാൻ ആവശ്യമായ ഊർജ്ജം. അതാണ് 6.05 × 10⁹ ജൂൾ. ഇനി ഒരു ദ്രാവകത്തിൻ്റെ സർഫസ് ടെൻഷൻ, മലയാളമൊക്കെ വായിച്ചാൽ ഭയങ്കര കോമഡിയാണ്. ഉപരിതല പിരിമുറുക്കം എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം സർഫസ് ടെൻഷൻ, പ്രതല ബലം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ പ്രതല ബലം താപനില അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. എങ്ങനെയാണ്? സർഫസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. താപനില കൂടുമ്പോൾ പ്രതലബലം കുറയുന്നു. ഓക്കെ, അടുത്തത്. ഇസ്രോയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി വിക്ഷേപണ വാഹനമായി തിരിച്ചറിഞ്ഞ റോക്കറ്റ് വിച്ച് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ദ ലോഞ്ച് വെഹിക്കിൾ ഫോർ ഗഗൻയാൻ മിഷൻ ഏതാണ്? HLV-M3 ആണ്. HLV-M3. അടുത്ത ചോദ്യം. ഒരു ഖരവസ്തുവിനെ നേരിട്ട് അതിൻ്റെ വാതകാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു? സബ്ലിമേഷൻ, ഉൽപ്പതനം എന്നാണ് പറയുന്നത്. അല്ലെ, ഒരു ഖരവസ്തുവിനെ നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയ എന്തെന്ന് പറയുന്നു? സബ്ലിമേഷൻ എന്ന് പറയുന്നു. സബ്ലിമേഷൻ, ഉൽപ്പതനം എന്ന് പറയുന്നു. അടുത്തത്. പ്യൂട്ടർ എന്ന ലോഹസങ്കരത്തിൻ്റെ പ്രധാന ഘടകം ഏതാണ്? പ്യൂട്ടർ എന്ന ലോഹസങ്കരത്തിൻ്റെ പ്രധാന ലോഹ ഘടകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ടിന്നാണ്. അപ്പം പ്യൂട്ടർ എന്ന ലോഹസങ്കരത്തിൻ്റെ പ്രധാന ലോഹ ഘടകം ഏതാണ്? ടിന്നാണ്. ടിന്ന്. അടുത്തത്. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് ആസിഡിന് ഉദാഹരണം? ലൂയിസ് ആസിഡ് ഏതാണ്? ലൂയിസ് ആസിഡിന് ഉദാഹരണം മേൽപ്പറഞ്ഞവയെല്ലാം ഈ ലൂയിസ് ആസിഡ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അലൂമിനിയം ക്ലോറൈഡ്, ഹൈഡ്രജൻ അയൺ, അതാണ് CH3. എന്താണ് CH3b? ട്രൈമീഥൈൽ ബോറൈൻ ആണ്. ട്രൈമീഥൈൽ ബോറൈൻ. അപ്പം അലൂമിനിയം ക്ലോറൈഡ്, ഹൈഡ്രജൻ അയൺ, ട്രൈമീഥൈൽ ബോറൈൻ, ഇത് മൂന്നും ലൂയിസ് ആസിഡിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ആധുനിക ആവർത്തന പട്ടികയിൽ അടുത്തിടെ ചേർത്ത 4 മൂലകങ്ങളിൽ അറ്റോമിക് നമ്പർ 118 ഉള്ള അവസാനത്തെ മൂലകം ഏതാണ്? ഓർഗാനസോൺ ആണ്. അല്ലേ, ഓർഗാനസോൺ. ഓപ്ഷൻ ബി ഓർഗാനസോൺ ആണ് 118 വരുന്നത്. 117 ആരാണ്? ടെന്നസീൻ ആണ് 117. ഇനി മോസ്കോവി എത്രയാണ്? മോസ്കോവിയം 115 ആണ്. നിഹോണിയം ആണെങ്കിൽ 113 ആണ്. 113 നിഹോണിയം, 115 മോസ്കോവിയം, 117 ടെന്നസിൻ ആൻഡ് 118 ഓർഗാനസോൺ. ഓക്കെ, അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് കണ്ടു നോക്കുക. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് നോക്കാം. ആർട്ടിക്കിളിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് ആദ്യം വരുന്നത്. ഡാഷ് മൗണ്ട് എവറസ്റ്റ് ഇസ് നോൺ ഫോർ ബീയിങ് ഡാഷ് ഹയസ്റ്റ് പീക്ക് ഇൻ ഡാഷ് വേൾഡ് ബട്ട് ക്ലൈംബിംഗ് ഇറ്റ് റിക്വയർസ് ഡാഷ് എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട്. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്, മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് ഒരു സിംഗിൾ മൗണ്ടൻ ആയതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിളൊന്നും ഉപയോഗിക്കില്ല അതിൻ്റെ മുമ്പിൽ. അപ്പം മൗണ്ട് എവറസ്റ്റ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇപ്പം ഹിമാലയസ് ആണെങ്കിൽ നമ്മൾ എന്താ പറയും? ദ ഹിമാലയാസ് എന്ന് പറയും. ഒരു കൂട്ടം മൗണ്ടൻസ് ആണ് അല്ലേ. ഇപ്പോൾ മൗണ്ട് എവറസ്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിളൊന്നും ഉപയോഗിക്കേണ്ട അവിടെ. മൗണ്ട് എവറസ്റ്റ് ഇസ് നോൺ ഫോർ ബീയിങ്
being the highest peak in the world, but climbing it requires an extraordinary effort വരും. An extraordinary effort. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. Select the correct option for the sentence. The instructor advised dash carefully before attempting dash the advanced technique in practice. എന്താണ് വരുന്നത്? The instructor advised planning carefully before attempting to master the advanced technique in practice ആണ് കേട്ടോ. The instructor advised planning carefully before attempting to master the advanced technique in practice. ഓക്കെ, അടുത്ത ചോദ്യം. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ആണ് പിന്നെയും വന്നിരിക്കുന്നത്. വൈൽ ദ ഇത് ടെൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈൽ ദ എഞ്ചിനീയേഴ്സ് ഡാഷ് ദ പ്രോട്ടൈപ്പ് ദേ ഡിസ്കവേർഡ് ദാറ്റ് ദ മെറ്റീരിയൽസ് ഡാഷ് അണ്ടർ ഹൈ പ്രഷർ. ഏതാണോ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ. വൈൽ ദ എഞ്ചിനീയേഴ്സ് വെയർ ടെസ്റ്റിംഗ് ദി പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എഞ്ചിനീയേഴ്സ് വെയർ ടെസ്റ്റിംഗ് ദ പ്രോട്ടോടൈപ്പ് ദേ ഡിസ്കവേർഡ് ദാറ്റ് ദ മെറ്റീരിയൽസ് had failed under high pressure. Had failed under high pressure. Okay. അപ്പം while the engineers were testing the prototype, they discovered that the materials had failed under high pressure എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം. Which option correctly transforms the active voice sentence into the passive voice? Preserving the original tense and meaning. ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. The experiments parameters would have been finalized by lead scientist if the funding had not been cut. The experiments parameters would have been finalized by the lead scientist if the funding had not been cut. അടുത്ത ചോദ്യം. Select the most appropriate synonym for recondite in the sentence. എന്താണ് റീകണ്ടൈറ്റിൻ്റെ സിനോണിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The scholars dash lecture on quantum mechanics left even the advanced students struggling to grasp the concept. എന്താണ് റീകണ്ടൈറ്റിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് എ ആണ്. അബ്സ്ട്രോസ് ആണ് വരുന്നത് കേട്ടോ. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്, ഗഹനമായ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. റീകണ്ടൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ചൂസ് ദി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ബെസ്റ്റ് റീപ്ലേസസ് ദ ഫ്രേസ് എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് മൈനർ ഡീറ്റെയിൽസ് ഓർ റൂൾസ്. അതിൻ്റെ വൺ വേർഡ് എന്താ വരുമെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പെഡൻ്റ് ആണ്. പെഡൻ്റ്. എ പേഴ്സൺ ഹു ഈസ് എക്സസീവ്ലി കൺസേൺഡ് വിത്ത് മൈനർ ഡീറ്റെയിൽസ് ഓർ റൂൾസ്. സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നയാൾ, അതാണ് പെഡൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ചൂസ് ദി കറക്റ്റ് സ്പെല്ലിംഗ് ഫോർ ദ വേർഡ് ഇൻ ദ സെൻറ്റൻസ്. എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. എക്സാസബേറ്റ്. EXACERBATE. EXACERBATE ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഡസ് ദ ഇഡിയം ടു ബേൺ വൺസ് ബ്രിഡ്ജ് മീൻസ്? എന്താണ് ടു ബേൺ വൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്? ടു എലിമിനേറ്റ് പോസിബിലിറ്റീസ് ഫോർ ഫ്യൂച്ചർ റീകൺസിലിയേഷൻ ഓർ റിട്ടേൺ. എന്താണ് ടു ബേൺ വൺസ് ബ്രിഡ്ജസ് എന്ന് പറയുന്നത്? ടു എലിമിനേറ്റ് പോസിബിലിറ്റീസ് ഫോർ ഫ്യൂച്ചർ റീകൺസിലിയേഷൻ ഓർ റിട്ടേൺ. ഓക്കെ, അടുത്ത ചോദ്യം. സെലക്ട് ദ കറക്റ്റ് കോമ്പൗണ്ട് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കറക്റ്റ് കോമ്പൗണ്ട് വേർഡ് ഏതാ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. എക്കോ ഫ്രണ്ട്ലി. ഇടയ്ക്ക് ഒരു ഹൈഫൻ ഉണ്ട് കേട്ടോ. എക്കോ ഫ്രണ്ട്ലി. അടുത്ത മലയാളം ചോദ്യങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഏതാണ്? ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഓക്കെ, ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഓപ്ഷൻ ബി ആണ്. മഹാകാവ്യങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും മഹാകവി എന്നാണ് കുമാരനാശാൻ അറിയപ്പെടുന്നത്. അതാണ് കറക്റ്റ്. ബാക്കി ആദ്യത്തെ ഓപ്ഷനകത്ത് സമ്മേളനത്തിൽ ഏകദേശം 500ഓളം അങ്ങനെ രണ്ടും കൂടെ വേണ്ട. പോലീസുകാരൻ്റെ സഹായത്തോടെ ഗർഭിണിയായ യുവതി ആശുപത്രിയിൽ എത്തിച്ചത് തെറ്റാണ്. വിവാഹത്തിന് ഭക്ഷണ സാമഗ്രികൾ യഥേഷ്ടം പോലെ വിളമ്പി, അതും തെറ്റാണ്. ഓക്കെ, ഇനി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. നിരാക്ഷേപ സാക്ഷ്യപത്രമാണ്. ഓക്കെ, നിരാക്ഷേപ സാക്ഷ്യപത്രം. സത്യവാങ്മൂലമൊന്നും തെറ്റിച്ചുകൊണ്ടുപോയി മാർക്ക് ചെയ്യരുത്. എന്താണ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്? നിരാക്ഷേപ സാക്ഷ്യപത്രം. ഇനി ഒറ്റപ്പദം എഴുതുക. പറയുന്നവൻ ആരാണ്? വക്താവ്. താഴെ പറയുന്നവയിൽ അതിഥിയുടെ പര്യായം എന്ത്? എന്താണ് അതിഥിയുടെ പര്യായം? ഓപ്ഷൻ ബി ആണ്. ആഗന്തുകൻ. ഓക്കെ, അതിഥി ആരാണ്? ആഗന്തുകൻ. അടുത്തത് തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീതം എഴുതുക. സഹജത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആർജിതം. ചുവപ്പ് നാട എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? എന്താണ് ചുവപ്പ് നാട? അനാവശ്യ കാലതാമസം. റെട്ടേപ്പിസം എന്ന് പറയും നമ്മുടെ ഇംഗ്ലീഷിലല്ലേ. അടുത്തത് സമാന പദം കണ്ടെത്തുക. ഉദ്യാമം. എന്താണ് ഉദ്യാമം? ഓപ്ഷൻ സി കയറ്. ഉദ്യാമം കയറ്. സ്ത്രീലിംഗ ശബ്ദം എഴുതുക.
കവയത്രി ഓപ്ഷൻ ബി ആണ് PSC ഫേവറേറ്റ് ക്വസ്റ്റ്യൻ. കവയത്രി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അധ്യാപകർ. ഓക്കെ, ഇനി സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അബ്കാരി നിയമത്തിലെ എത്ര വകുപ്പാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ബഹുമാനപ്പെട്ട കോടതിയിൽ അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അധികാരം നൽകുന്നത്? ഓപ്ഷൻ സി ആണ് കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 50(2) പ്രകാരം. കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 50(2) പ്രകാരം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി. വൺ ഓൺലി. എന്താണ്? അബ്കാരി നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഉദ്യോഗസ്ഥന് ഏതൊരു വ്യക്തിയെയും തെളിവ് നൽകാൻ വിളിച്ചു വരുത്താം. ഓക്കെ, അബ്കാരി നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന അബ്കാരി ഉദ്യോഗസ്ഥന് ഏതൊരു വ്യക്തിയെയും തെളിവ് നൽകാൻ വിളിച്ചു വരുത്താം. അടുത്ത ചോദ്യം നോക്കിയേ. LDPS ആക്ട് പ്രകാരം ഏതെങ്കിലും അറസ്റ്റും പിടിച്ചെടുക്കലും നടത്തുമ്പോൾ അറസ്റ്റിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും റിപ്പോർട്ട് ഉടനടി ഉദ്യോഗസ്ഥ മേധാവിക്ക് 48 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണം. ഓക്കെ, റിപ്പോർട്ട് എത്ര മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണം? 48 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണം. അടുത്തത്, എക്സൈസ് വകുപ്പിലെ 4-5 ജില്ലകളിൽ ഉൾപ്പെടുന്ന സോണൽ ഹെഡ് ആരാണ്? ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണറാണ്. എക്സൈസ് വകുപ്പിലെ 4-5 ജില്ലകളിൽ ഉൾപ്പെടുന്ന സോണൽ ഹെഡ് ആരാണ്? എക്സൈസ് കമ്മീഷണറാണ്. ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം സമൻസ് അയച്ച വ്യക്തിയുടെ പ്രസ്താവന ഒരു അബ്കാരി ഓഫീസർ രേഖപ്പെടുത്തുന്നത് എപ്പോഴാണ്? കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 46 പ്രകാരമാണ്. ഓക്കെ, കേരള അബ്കാരി നിയമത്തിലെ സെക്ഷൻ 46 പ്രകാരമാണ് സമൻസ് അയച്ച വ്യക്തിയുടെ പ്രസ്താവന അബ്കാരി ഓഫീസർ രേഖപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയെയും അനാവശ്യ കാലതാമസമില്ലാതെ ഇവർക്ക് മുമ്പ് ഹാജരാക്കണം എന്നതിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1ഉം 4 മാത്രമാണ്. ആർക്ക് മുന്നിലാണ് ഹാജരാക്കേണ്ടത്? അബ്കാരി ഇൻസ്പെക്ടർ, അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. ഓക്കെ, അടുത്ത ചോദ്യം, തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും അബ്കാരി ഇൻസ്പെക്ടർക്ക് ജാമ്യത്തിൽ വിടാൻ കഴിയും. അത് 3 വർഷം നീട്ടാൻ പാടില്ല. ഓക്കെ, 3 വർഷം നീട്ടാൻ പാടില്ല. അടുത്ത ചോദ്യം, എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ താഴെ പറയുന്ന ഏതാണ് സൂക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതുമായിട്ടുള്ള രജിസ്റ്ററുകൾ? ഏതാണ് സൂക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതുമായിട്ടുള്ള രജിസ്റ്ററുകൾ? ഏതാണ്? ഓപ്ഷൻ സി ആണ് 2ഉം 4ഉം ആണ്. 2ഉം 4ഉം പ്രോസസ് രജിസ്റ്ററും ക്രൈം രജിസ്റ്ററും. അടുത്ത ചോദ്യം, കേരള അബ്കാരി ആക്ട് പ്രകാരം മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാം ശരിയാണ്. മദ്യം കൊണ്ടുപോകുന്നതിനുള്ള പെർമിറ്റുകൾ എക്സൈസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ അതിനായി യഥാവിധി അധികാരപ്പെടുത്തിയ ഏതെങ്കിലും വ്യക്തികൾക്കോ നൽകാം. 2 തരത്തിലുള്ള പെർമിറ്റുകളുണ്ട്. ഒന്ന് ജനറൽ പെർമിറ്റുകളാണ്, രണ്ടാമത്തേത് അബ്കാരി ആക്ട് പ്രകാരം സ്പെഷ്യൽ പെർമിറ്റുകളാണ്. ഓരോ പെർമിറ്റിലും മദ്യം കൊണ്ടുപോകാൻ അധികാരപ്പെടുത്തിയ വ്യക്തിയുടെ പേര് വ്യക്തമാക്കണം. ഓരോ പെർമിറ്റിലും പെർമിറ്റ് പ്രാബല്യത്തിൽ വരുന്ന കാലയളവും വ്യക്തമാക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, കേരള ഡിസ്റ്റിലറിയുടെയും വെയർഹൗസ് റൂളുകളുടെയും കീഴിലുള്ള ഡിസ്റ്റിലറികൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം പിൻവലിക്കൽ ആർക്കാണ് അധികാരം? എക്സൈസ് കമ്മീഷണർക്കാണ് അല്ലേ? എക്സൈസ് കമ്മീഷണർക്ക്. അടുത്ത ചോദ്യം, ബ്രൂവറി റൂൾ പ്രകാരം ബിയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. മാൾട്ടിൽ നിന്ന് തയ്യാറാക്കിയ മദ്യത്തെയാണ് ബിയർ എന്ന് പറയുന്നത്. പഞ്ചസാരയും ഹോബ്സും ചേർത്തോ അല്ലാതെയോ ധാന്യത്തിൽ നിന്ന് തയ്യാറാക്കിയ മദ്യമാണ് ബിയർ. ബിയറിൽ AC, പോർട്ടർ, സ്റ്റൗട്ട് എന്നിവ ഉൾപ്പെടുന്നു. ബിയർ ഒരു പുളിപ്പിച്ച മദ്യമാണ്. അടുത്ത ചോദ്യം, പുളിപ്പിക്കൽ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം വീഞ്ഞ് അരിച്ചെടുക്കുമ്പോൾ അവശേഷിക്കുന്ന അവശിഷ്ടത്തിന് എന്താണ് പറയുന്നത്? ലീസ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, എക്സൈസ് വകുപ്പിലെ താഴെ പറയുന്ന ഉദ്യോഗസ്ഥരിൽ ആർക്കാണ് വാറണ്ടില്ലാതെ വീടുകളിൽ പരിശോധന നടത്താൻ കഴിയുക? ആർക്കാണ്? 2, 3, 4. പ്രിവെൻറ്റീവ് ഓഫീസർമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ. ഇവർക്ക് വാറണ്ടില്ലാതെ വീടുകളിൽ സെർച്ച് നടത്താം. അടുത്ത ചോദ്യം, കേരള അബ്കാരി ആക്ട് പ്രകാരം താഴെ പറയുന്ന അബ്കാരി ഓഫീസർമാരിൽ ആർക്കാണ് മദ്യം നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനും പരിശോധിക്കാൻ കഴിയുക? 1, 2, 3, 4 എല്ലാവർക്കും കഴിയും. പ്രിവെൻറ്റീവ് ഓഫീസർമാർ, അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാർ, റവന്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടർ. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് പ്രസ്താവനയാണ് ശരി? ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ എ ആണ്. എല്ലാ അബ്കാരി ഉദ്യോഗസ്ഥരും അബ്കാരി കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവരുടെ തൊട്ടടുത്തുള്ള മേലുദ്യോഗസ്ഥന് നൽകാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അബ്കാരി നിയമപ്രകാരം കുറ്റവാളികൾക്ക് ബാധകമായ സെക്ഷൻ ഡാഷ് പ്രകാരം ഏത് സെക്ഷൻ പ്രകാരമാണ്? 34 പ്രകാരമാണ്. സെക്ഷൻ 34 പ്രകാരം വാറണ്ടില്ലാതെ പൊതുസ്ഥലത്ത് നിന്ന് മദ്യം, വാഹനങ്ങൾ മുതലായവ അറസ്റ്റ് ചെയ്യാനും പിടിച്ചെടുക്കാനും കഴിയും. അപ്പോൾ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും പിടിച്ചെടുക്കാനും കഴിയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 34.
അടുത്ത ചോദ്യം, വിമുക്തി മിഷൻ്റെ കീഴിൽ ഇപ്പോൾ എത്ര റീജിയണൽ കൗൺസിലിംഗ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു? 3 എണ്ണമാണ്. 3 എണ്ണം. അടുത്ത ചോദ്യം, വിമുക്തി ദൗത്യത്തിന് കീഴിലുള്ള മേൽനോട്ട നാർക്കോട്ടം കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1, 2, 3, 4 എല്ലാ ലക്ഷ്യങ്ങളാണ്. ക്യാമ്പിനകത്തും പുറത്തും മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾ തടയുക, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നടത്തുകയും ചെയ്യുക, മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക, മയക്കുമരുന്ന് വിരുദ്ധമായി ബന്ധപ്പെട്ട നിരവധി കമ്മ്യൂണിറ്റി വിപുലീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നടത്തുകയും ചെയ്യുക. അടുത്ത ചോദ്യം, മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറോ പാസ്വേഡോ സത്യസന്ധമല്ലാത്ത ആരെങ്കിലും ഉപയോഗിച്ചാൽ അയാൾ ഏത് കുറ്റകൃത്യത്തിലാണ് ഉൾപ്പെടുന്നത്? ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ് അല്ലേ? ഐഡൻറ്റിറ്റി തെഫ്റ്റ്. മറ്റൊരാളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറോ പാസ്വേഡോ സത്യസന്ധതയില്ലാതെ ആരെങ്കിലും ഉപയോഗിച്ച അയാൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന കുറ്റകൃത്യത്തിൽ ഉൾപ്പെടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് ലംഘിക്കുന്നതിനാൽ സെക്ഷൻ 66(a) ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റം ജാമ്യം ലഭിക്കാതെയും ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം എക്സൈസ് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എക്സാം ഈസി ആയിരിക്കട്ടെ എല്ലാവർക്കും. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിലൂടെ SCERT ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.